എല്ലാവർക്കും സ്പൈസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യൽ ആയിട്ട് ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അടപ്രഥമനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അമ്മയാണ് ഇത് തയ്യാറാക്കിയത്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവർക്കും എന്റെ അഡ്വാൻസ് ഓണാശംസകൾ ഞാൻ നേരുകയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അടപ്പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അടയാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാമിൻ്റെ അതിനാവശ്യമുള്ള സാധനങ്ങൾ 1/2 കിലോ ശർക്കര, പിന്നെ ഇത് 3 കപ്പ് രണ്ടാം പാലാണ്, ഇത് 1 കപ്പ് ഒന്നാം പാൽ, പിന്നെ അതിനാവശ്യമുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ഇത് തേങ്ങാക്കൊത്താണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആദ്യം നമുക്ക് ഈ ശർക്കര പൊട്ടിച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് ഉരുക്കാൻ വയ്ക്കാം. ശർക്കര ഉരുക്കാൻ വെച്ചിരിക്കുകയാണ്. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് അട ഇട്ട് കൊടുക്കാം. അട നല്ല പോലെ വേകണം, അല്ലെങ്കിൽ ശർക്കരയിൽ ഇടുമ്പോഴേക്കും അത് കട്ട പിടിച്ചു പോകും. അട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ എണ്ണ, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അട നന്നായി വേകണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ശർക്കര പാനിയിൽ ഇടുമ്പോഴേക്കും പിന്നെ അത് വേകില്ല, നല്ല കട്ടിയായിട്ട് കിടക്കും. ഇത് പെട്ടെന്ന് വെന്ത് വരും. അട നന്നായി വെന്തിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് ആയപ്പോൾ തന്നെ അട നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഊറ്റി നല്ല പച്ചവെള്ളത്തിൽ 1-2 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കാം. ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് നന്നായിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഇതുപോലെ വറുത്തെടുക്കാം. അതുപോലെ തന്നെ ഈ തേങ്ങാക്കൊത്തും വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തും ഇട്ടിരിക്കുകയാണ്. ഇതും അതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇത് ഓപ്ഷനാണ് കേട്ടോ, അത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. വറുത്തെടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചൊഴിക്കുവാണേ. ഇനി ഇത് കിടന്ന് നന്നായി ഒന്ന് തിളയ്ക്കണം. തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അടയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. അട നന്നായി ഇതിലേക്ക് യോജിച്ച് നല്ല പോലെ ഈ ശർക്കരയായിട്ട് പിടിച്ച് നല്ല വറ്റി വരണം. അതുവരെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അടയും ശർക്കരയും ചേർന്ന് നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, പായസത്തിൽ ഒരു നുള്ളു ഉപ്പിട്ടാൽ ഇത് ബാലൻസ് ആവും. അതുകൊണ്ടാണ് ഒരു നുള്ളു ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ഒരു പരുവത്തിൽ ഒരു 1/2 സ്പൂൺ, ചെറിയൊരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 കപ്പ് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതിനുശേഷം ഒന്നാം പാൽ ഒഴിക്കും.
രണ്ടാം പാൽ ഒഴിച്ച് നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതാണ്, ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ, 1 കപ്പ് ഒന്നാം പാൽ കൂടി ചേർക്കാം. ഒന്നാം പാൽ ചേർത്ത് അധികം തിളപ്പിക്കാറില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ തേങ്ങാക്കൊത്തെല്ലാം ഇടാം. ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, പെട്ടെന്നാവും. അടയൊക്കെ വേകാൻ അധികം സമയമൊന്നും വേണ്ട. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ അടപ്രഥമൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഓണത്തിന് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.